എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പൂര നക്ഷത്രക്കാരാണെങ്കിൽ ഈ ആഴ്ച, അതായത് ഡിസംബർ 14 മുതൽ 20 വരെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകുമെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നല്ലേ? നിങ്ങളുടെ ഈ ആഴ്ചയിലെ പൊതുവായ കാര്യങ്ങൾ, പിന്നെ ജോലി, പണം, കുടുംബ ബന്ധങ്ങൾ, ആരോഗ്യം, ഒടുവിൽ കുറച്ച് ഭാഗ്യവും പ്രതിവിധികളും എല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആഴ്ചയുടെ ഒരു പൊതുവായ ചിത്രം നോക്കാം അല്ലേ? ഒരു സന്തോഷവാർത്തയുണ്ട്. ശുക്രന്റെ സ്വാധീനം കാരണം ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി ആഴ്ചയായിരിക്കും. നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, പ്രണയം, പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇതിലൊക്കെ ഒരു വലിയ മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്നറിയോ? അത് വേറൊന്നുമല്ല, നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ തന്നെ. നമ്മൾക്കറിയാലോ, ശുക്രൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും കലയുടെയുമൊക്കെ ഗൃഹമാണ്. അപ്പോ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് നേരെ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലേക്ക് വരാം. അവിടെയും കാര്യങ്ങൾ സൂപ്പറാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നല്ല പേരും പ്രശസ്തിയും കിട്ടാൻ പോകുന്ന ഒരു സമയമാണിത്. ജോലി സ്ഥലത്ത് നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത വർക്കിന് ഒരു അംഗീകാരം കിട്ടാൻ പോവാണ്. ടീമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശരിക്കും തിളങ്ങും. അതോടെ സഹപ്രവർത്തകരുടെ പ്രശംസയും കിട്ടും. പ്രത്യേകിച്ച് കല, മീഡിയ, ഡിസൈൻ ഫീൽഡിലുള്ളവർക്ക് ഇതൊരു ചാകര സമയം തന്നെയാണ്. അതുകൊണ്ട് പുതിയ പ്രോജക്റ്റുകളൊക്കെ വന്നാൽ ധൈര്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കോളൂ. പക്ഷേ ഒരു ചെറിയ കാര്യം മനസ്സിൽ വെക്കണം. കോൺഫിഡൻസ് നല്ലതാണ്, അത് വേണം താനും. പക്ഷേ അതൊരിക്കലും ഒരു ഓവർ കോൺഫിഡൻസ് ആകരുത്. ടീം വർക്കിന്റെ പ്രാധാന്യം മറക്കരുത്. കിട്ടുന്ന വിജയമൊക്കെ സഹപ്രവർത്തകരുമായി ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്സ് കൂടുതൽ സ്ട്രോങ് ആക്കും. അടുത്തത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് പണം. സാമ്പത്തിക കാര്യങ്ങളിലും നല്ല വാർത്തകൾ തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ വരുമാനം കൂട്ടാനായിട്ട് പുതിയ വഴികളൊക്കെ മുന്നിൽ തെളിഞ്ഞു വരും. ഈ ആഴ്ച നിങ്ങളുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്നുകൂടി മെച്ചപ്പെടും. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഒക്കെ പണം വരാം. നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് അത് വെറുതെ കളയണ്ട. അതൊരു വരുമാന മാർഗമാക്കാൻ നോക്കുന്നത് നല്ല റിസൾട്ട് തരും. പിന്നെ ഒരു സ്ത്രീ വഴി സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടമുണ്ടാകാനും നല്ല സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇങ്ങനെയൊക്കെ പണം കയ്യിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. വരുമാനം കൂടുമ്പോൾ ശുക്രന്റെ സ്വാധീനം കാരണം നമുക്ക് ഈ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു ടെംപ്റ്റേഷൻ തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷേ അനാവശ്യമായി ലക്ഷറിക്ക് വേണ്ടി പണം കളയാതെ ആ പണം നല്ല രീതിയിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളുടെ ഭാവിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും, ഉറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ റിലേഷൻഷിപ്സ് എങ്ങനെയുണ്ടാവും? സ്നേഹബന്ധങ്ങളിലൊക്കെ ഒരുപാട് ഊഷ്മളതയും സന്തോഷവും നിറയുന്ന ഒരാഴ്ചയായിരിക്കും ഇത്. വിവാഹിതരാണെങ്കിൽ ജീവിതം നല്ല ഹാപ്പി ആയിരിക്കും. പാർട്ട്ണറുമായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ചിലപ്പോഴൊരു ചെറിയ ട്രിപ്പ് പോകാനും ഒക്കെ അവസരം കിട്ടും. ഇനി സിംഗിൾ ആണെങ്കിലോ വിഷമിക്കേണ്ട. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കണ്ടുമുട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തൊക്കെ പോകാനും ആളുകളുമായി മിങ്കിൾ ചെയ്യാനും ഒന്നും മടിക്കരുത്. ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അത്ര വലിയ പേടിയൊന്നും വേണ്ട. പൊതുവെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. എന്നാലും എപ്പോഴും എനർജറ്റിക് ആയിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഒരു ചെറിയ ക്ഷീണമോ മടിയോ ഒക്കെ തോന്നിയേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ശുക്രന്റെ സ്വാധീനം കാരണം മധുരം കഴിക്കാൻ ഒരു കൊതി തോന്നും. അത് കുഴപ്പമില്ല, കഴിച്ചോളൂ. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഒരു ഹെൽത്തി ഡയറ്റും ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത്രയും നല്ല ഈ ആഴ്ചയെ എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം? നിങ്ങളുടെ ഭാഗ്യം കൂട്ടാനും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ചില വഴികളുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ ലക്കി നമ്പേഴ്സ് 6ഉം 1ഉമാണ്. അതുപോലെ ലക്കി കളേഴ്സ് പിങ്കും വെള്ളയുമാണ്. ഈ നിറങ്ങളിലുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി തരും. ഒരു സിമ്പിൾ പരിഹാരം പറഞ്ഞുതരാം. വരുന്ന വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് ഒരു താമരപ്പൂവ് സമർപ്പിക്കുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം പാവപ്പെട്ട സ്ത്രീകളെയോ കുട്ടികളെയോ എന്തെങ്കിലും രീതിയിൽ സഹായിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരും. അപ്പൊ ചുരുക്കി പറഞ്ഞ പൂര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച എന്ന് പറയുന്നത് വിജയവും സ്നേഹവും പണവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു അടിപൊളി ടൈമാണ്. അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിലെ ആ ക്രിയേറ്റിവിറ്റി ഇല്ലേ, അതിനെ അങ്ങ് പുറത്തെടുക്കുക. അത് നിങ്ങളുടെ ജോലിയാകാം, അല്ലെങ്കിൽ ഒരു ഹോബിയാകാം. എന്തായാലും അതിൽ ഫോക്കസ് ചെയ്യുക.
അത് നിങ്ങളെ എല്ലാ കാര്യത്തിലും വിജയത്തിലേക്ക് എത്തിക്കും. നോക്കിക്കോ. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്. ഈ ആഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഈ അവസരങ്ങളൊക്കെ മുതലെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.